ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായി നോക്കിയിരിക്കേണ്ട ഹൈ വെയിറ്റേജ് ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ ഈ ഒരു ഹൈ വെയിറ്റേജ് ഏരിയാസ് സെഗ്രിഗേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയിട്ട് പിന്നെ ഈ ഒരു സിലബസ് ഓവർലാപ്പ് വരുന്ന കേരള PSCയുടെ വിവിധ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിർബന്ധമായി നോക്കിയിരിക്കേണ്ട ഏരിയാസ് ആണ് ഈ വീഡിയോസിൽ നോക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബാർ ഡെമോൺസ്ട്രേറ്റർ ബാർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. സ്കെയിൽ ഓഫ് പേ 41,300 മുതൽ 87,000 രൂപയാണ് വരെയാണ് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ആണ്. ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ബിടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ്. ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഈ വർഷം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ അഡ്വൈസ് നോക്കുവാണെങ്കിൽ അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 677/2022 ആയിരുന്നു. പരീക്ഷ നടന്നത് 12/6/2023. ആ സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വന്നത് 15,648 ആയിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/9/2024. മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 145 ആയിരുന്നു. ഓഫ് മാർക്ക് 55.67. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 19/6/2026 ടോട്ടൽ 72 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത് 2027 10/9/2027. ഇനി സെലക്ഷൻ സ്റ്റേജസ് പറയുകയാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് വരുന്നുണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഇന്റർവ്യൂ ആണ് വരുന്നത്. ഇനി സിലബസിന്റെ ഓവർവ്യൂ കൂടി നോക്കാം. ടോട്ടൽ നമുക്ക് 10 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ് വരുന്നത്. അതിൽ സെമി കണ്ടക്ടർ ഡയോഡ്സ് ആണ് ആദ്യത്തെ മൊഡ്യൂൾ, 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ബേസിക് ഇലക്ട്രിക്കൽ 10 മാർക്ക്, ട്രാൻസിസ്റ്റേഴ്സ് 10 മാർക്ക്, ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 10 മാർക്കിന്റെ മൊഡ്യൂൾ, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് 10 മാർക്ക്, ഓസിലേറ്റേഴ്സ് 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. 7ാമത്തെ മൊഡ്യൂൾ വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്, 10 മാർക്ക്. ദെൻ 8ാമത്തെ മൊഡ്യൂൾ ടെലിവിഷൻ 10 മാർക്കിന്റെ മൊഡ്യൂൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരുന്നത് 10 മാർക്ക്, മൈക്രോ കൺട്രോൾ 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അപ്പൊ ഓരോ സിലബസിന്റെ ഇൻഡെപ്ത് അനാലിസിസ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഹൈ വെയിറ്റേജ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഇപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ കൊടുക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഏരിയാസും ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഡിഫറെന്റ് മൊഡ്യൂൾസിൽ 10 ഡിഫറെന്റ് മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. അതിൽ സെമി കണ്ടക്ടർ ഡയോഡ്സും അതുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ നിന്ന് ഏകദേശം 21ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് 15ഓളം ക്വസ്റ്റ്യനും, ട്രാൻസിസ്റ്റർ ആൻഡ് പവർ മൊഡ്യൂൾ 3 ബേസ് ചെയ്ത് 13 ക്വസ്റ്റ്യനും, മൊഡ്യൂൾ 7 ആയിരുന്നു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതിൽ നിന്നും ഏകദേശം 13ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 5 ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, അതിൽ നിന്നും ോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 10ാമത്തെ മൊഡ്യൂൾ ആയിരുന്നു മൈക്രോ കൺട്രോളർ, അതിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ മൊഡ്യൂൾ ആണ് ബേസിക് ഇലക്ട്രിക്കൽ, അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ 6ാമത്തെ മൊഡ്യൂൾ വരുന്ന ഓസിലേറ്റേഴ്സ് ആണ്, അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 8ാമത്തെ മൊഡ്യൂള് ടെലിവിഷൻ ആയിരുന്നു, അതിൽ നിന്നും 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യത്തെ മൊഡ്യൂൾ എന്തായിരുന്നു? സെമി കണ്ടക്ടർ ഡയോഡ്സ് ആയിരുന്നു. അതിൽ ഏകദേശം 21ഓളം ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 to 20, 29 ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മെയിൻ ആയിട്ട് കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ ചോദിച്ച ഏരിയാസ് പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ മൊബിലിറ്റി, ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ ബേസ്ഡ് കൺസെപ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ വേഴ്സസ് ടെമ്പറേച്ചർ, LED സിലിക്കൺ സ്യൂട്ടബിലിറ്റി, ദെൻ റെസിസ്റ്റിവിറ്റി ആൻഡ് ഡിഫ്യൂഷൻ ലെങ്ത്, Fermi level temperature dependency, barrier potential and depletion region extension, tunnel diode characteristics and doping, Zener and varactor diode dynamics, then rectifier parameters, diode clipper wave shaping circuit. ഇത്രയും ഭാഗത്ത് നിന്നാണ് ഈ ഒരു സെമി കണ്ടക്ടർ ഡയോഡ്സ് എന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതില് നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട, നിർബന്ധമായി നോക്കേണ്ട കഴിഞ്ഞ
പ്രാവശ്യത്തെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, ഈ ഇലക്ട്രോണിക്സ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പഴയ കാലത്തിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയാസിൽ നിന്ന് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് സെനർ ഡയോഡ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സെനർ ഡയോഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സെനർ ഡയോഡ് റെഗുലേറ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. ലൈൻ ഓർ ലോഡ് റെഗുലേഷൻ, സെനർ കറന്റ് കാൽക്കുലേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു പോവാം. ദെൻ ഡയറക്റ്റഡ് ടണലിംഗ്, കപ്പാസിറ്റൻ കാൽക്കുലേഷൻസ് ഫോർ എൽ സി റെസൊണൻസ് സർക്യൂട്ട്. ദെൻ റെക്ടിഫയേഴ്സിനെ പറ്റി, ഈ ഒരു മൊഡ്യൂളിൽ റെക്ടിഫയേഴ്സിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മൾ എല്ലാ റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ്, ഫുൾ വേവ്, ബ്രിഡ്ജ്, എല്ലാത്തിന്റെ പാരാമീറ്റേഴ്സും എല്ലാം നമ്മൾ നല്ല രീതിയിൽ നോക്കി പോകേണ്ട ഏരിയാസ് ആണ്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്ന ബേസിക് ഇലക്ട്രിക്കൽ ആണ്. അതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21 to 25 എന്ന് പറയുന്ന ബേസിക് ഇലക്ട്രിക്കൽ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ കോമൺ ആയിട്ട് ചോദിച്ച ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് LCR റെസൊണൻസ് ഹാഫ് പവർ പോയിന്റ്സ്, ദെൻ DC ഷണ്ട് മോട്ടർ ആൻഡ് ബാക്ക് EMF കാൽക്കുലേഷൻ, ട്രാൻസ്ഫോമർ, കിലോവാട്ട് ആംപിയർ റേറ്റിംഗ്, വർക്കിംഗ് വേരിയബിൾസ്, സ്ലിപ്പ് ഇൻ ഇൻഡക്ഷൻ മോട്ടോർ, സ്പീഡ് കൺട്രോൾ, സൂപ്പർപൊസിഷൻ തിയറം, ആപ്ലിക്കബിലിറ്റി. ഇത്രയും ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഹൈ ഫോക്കസ് ഏരിയ നോക്കുകയാണെങ്കിൽ റെസൊണൻസ് പാരാമീറ്റർ, ട്രാൻസ്ഫോമർ ലോസസ്, AC സർക്യൂട്ട്സ്, ഈ ഒരു ഭാഗം ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിർബന്ധമായി നോക്കണം. നമ്മൾ എപ്പോഴും സിലബസ് ഫുൾ കവർ ചെയ്യാതിരിക്കരുത്, എല്ലാ ടോപ്പിക്സും കവർ ചെയ്യണം. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ ഒരു ടോപ്പിക്കും വിടാതെ കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കണം. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിന്റെ അനാലിസിസ് നടക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മൊഡ്യൂൾ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് വരുന്ന മൊഡ്യൂളാണ്. അത് നമുക്ക് 13ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 26 to 28, ക്വസ്റ്റ്യൻ നമ്പർ 30 to 39 ഈ മൊഡ്യൂൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് UJT റിലാക്സേഷൻ ടേൺ ഓഫ് പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. SCRന്റെ ടേൺ ഓഫ് മെഷർമെന്റ് ടൈമിംഗ്, IGBT ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ആൻഡ് ലാച്ചപ്പ്, BJT ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ആൻഡ് സെക്കൻഡറി ബ്രേക്ക്ഡൗൺ, JFET പിഞ്ച് ഓഫ് പ്രിൻസിപ്പിൾസ്, SMBS ടൈപ്സ് ആൻഡ് AC LVDT കോർ ഇൻപുട്സ്. ഇത്രയും ഭാഗത്തു നിന്നാണ് ആ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഹൈ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ BJT ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എല്ലാം നന്നായിട്ട് നോക്കുക. ട്രാൻസിസ്റ്ററിന്റെ ബയാസിങ്, ഓപ്പറേറ്റിംഗ് പോയിന്റ്സ്, ദെൻ തൈറിസ്റ്റേഴ്സ്, ഡയാക്ക്, ട്രയാക്ക്, അതിന്റെ ഡിഫറെന്റ് മോഡ്സ് ഒക്കെ നോക്കണം. ഫോട്ടോ ഡയോഡ്സ് ആൻഡ് ഒപ്റ്റോ കപ്ലേഴ്സ് ഒക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നാലാമത്തെ മൊഡ്യൂൾ നോക്കാം. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ മെയിൻലി 6 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 40 to 45 ആണ്. ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് പറയുകയാണെങ്കിൽ സ്റ്റീഫൻസ് ലോ ഓഫ് റേഡിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെഷർമെന്റ് റേഞ്ചസ് ഉണ്ടായിരുന്നു. ദെൻ ടെലിഫോൺ ലൈൻ ഫോൾട്ട് കോൺഫിഗറേഷൻ, CRO ലിസാജസ് പാറ്റേൺ ആൻഡ് ഫേസ് ഷിഫ്റ്റ്, ദെൻ PLC ഓൺലൈൻ എഡിറ്റിംഗ് മോഡ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഹൈ ഫോക്കസ് ഏരിയ, അതായത് മുൻ വർഷങ്ങളിൽ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയാസ് പറയുവാണെങ്കിൽ CROയുടെ ഫേസ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, മാക്സ്വെൽ ഹെയർ ഷെയറിംഗ് വെയിൻ ബ്രിഡ്ജസ്, മൾട്ടി ചാനൽ റെക്കോർഡൻസ് ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിനെ പറ്റി, Q-meter ഡയറക്ട് മെഷർമെന്റ്, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കേണ്ട ഏരിയാസ് ആണ്. ഇനി അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്ന OPAM ആണ്, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ആണ്. 10 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46 to 55 OPAM ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ IC 741 ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. OPAMന്റെ ഫീഡ്ബാക്ക് ഇന്റഗ്രേഷൻ, CMRR ആൻഡ് കോമൺ മോഡ് ഗെയിൻ കാൽക്കുലേഷൻ, ഫീഡ്ബാക്ക് റെസിസ്റ്റർ ലോജിക്, PLLന്റെ ട്രാക്കിംഗ് റേഞ്ചസ്, IC 555 മോഡ്സ്. ഇത്രയാണ് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ. നമ്മൾ ഹൈ ഫോക്കസ് ഏരിയ കൊടുത്ത് നോക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റേഴ്സ്, സ്മിത്ത് ട്രിഗർ, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ആക്റ്റീവ് ബട്ടർവർത്ത് ഫിൽറ്റേഴ്സ്, IC 555 അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ കൺസെപ്റ്റ് നോക്കണം. സക്സസീവ് അപ്രോക്സിമേഷൻ ആൻഡ് ഡ്യുവൽ സ്ലോപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ നോക്കേണ്ടതാണ്. ഇനി ആറാമത്തെ മൊഡ്യൂൾ ആണ്. ആറാമത്തെ മൊഡ്യൂൾ ഓസിലേറ്റേഴ്സ് ആണ്. 56 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങൾ ഓസിലേറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഏരിയ ഹൈ സ്റ്റെബിലിറ്റി ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിന്റെ ആട്രിബ്യൂട്ട്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെയിൻ ബ്രിഡ്ജ് ഫ്രീക്വൻസി കാൽക്കുലേഷൻ, സ്റ്റേബിൾ മൾട്ടി
കാർബറേറ്ററിന്റെ ഔട്ട്പുട്ട് ബിഹേവിയർ, ഷ്മിറ്റ് ട്രിഗർ പോസിറ്റീവ് ഫീഡ്ബാക്ക്, ബർക്കോഷൻ ക്രൈറ്റീരിയയുടെ എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിന്റെ ബൈസ്റ്റേബിൾ മോണോസ്റ്റേബിൾ പഠിക്കണം. ദെൻ ഷ്മിറ്റ് ട്രിഗർ, LTP, UTP, ഹിസ്റ്റീരിസിസ്, RC ഫേസ് ഷിഫ്റ്റ്, മിനിമം RC സ്റ്റേജ് കൗണ്ട് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ നിന്ന് 13ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 61 to 67 and 70 to 75 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈനറി, ഹെക്സാഡെസിമൽ, ഒക്ടൽ അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്പർ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്പർ സിസ്റ്റത്തിന്റെ കൺവേർഷൻ ഒക്കെ നമ്മൾ നോക്കുക, വളരെ എളുപ്പമുള്ള ഏരിയാസ് ആണ്. ദെൻ ഗ്രേ കോഡ് യൂസിങ് കെ മാപ്പ്, ലോജിക് ഫാമിലി, 32 counter flip-flop configuration, RAM in the volatility and ROM permanent features, JK flip-flop ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട നമ്പർ സിസ്റ്റം നോക്കണം, ബൂലിയൻ ലോസ്, ഡിമോർഗൻസ് ലോസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ, ECL, CMOS, നോയ്സ് മാർജിൻ, ഫാൻ ഔട്ട് റിലേറ്റഡ് കൺസെപ്റ്റ്, സിൻക്രണസ്, അസിൻക്രണസ് കൗണ്ടേഴ്സ്, അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പല പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. ഇനി എട്ടാമത്തെ മൊഡ്യൂളിന്റെ അനാലിസിസ് നോക്കാം. എട്ടാമത്തെ മൊഡ്യൂൾ എന്താണ്? ടെലിവിഷൻ ആണ്. അതിൽ നിന്ന് 5 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 76 ടു ക്വസ്റ്റ്യൻ നമ്പർ 80 ആയിരുന്നു. കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വീഡിയോകോൺ ഫോട്ടോ കണ്ടക്റ്റീവ് കോട്ടിംഗ്, ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ്, സ്പൂഫർ ലോവർ audio ranges, DVD recording, laser assemblies, clipper circuit for sync pulse separation, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഹൈ ഫോക്കസ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ PAL, NTSC, CCAM, സ്റ്റാൻഡേർഡ് കമ്പാരിസൺ, ഇന്റർലേസ്ഡ് സ്കാനിങ് ഫീച്ചേഴ്സ്, ഡിജിറ്റൽ TV ആൻഡ് HDTV വീഡിയോ കംപ്രഷൻ മോഡ്സ് ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം. ഇനി 9ാമത്തെ മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ആണ്. 15 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 89 തൊട്ട് 95 വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. AM, FM ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, അത് ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് നല്ല രീതിയിൽ നോക്കുക. ഗോസിയൻ തെർമൽ നോയ്സ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, അൾട്രാ ഹൈ ഫ്രീക്വൻസി സ്പേസ് വേവ് propagation modes, satellite tracking, helical setups, antenna parameters, folded dipole impedance, QPSK bits per symbol and PAM, pulse amplitude modulation detection. ഇത്രയും കാര്യങ്ങൾ മുന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നമ്മൾ ഹൈ ഫോക്കസ് ഏരിയ കൊടുത്ത് നോക്കേണ്ട ഏരിയാസ് സൂപ്പർ ഹെഡ്രോഡൈൻ സെലക്ടിവിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, VPSK, QPSK, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കണം. ദെൻ യാഗി യൂഡ ആൻഡ് റോംപിക് ആന്റിന പാരാമീറ്റേഴ്സ്, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കി പോകണം. 10ാമത്തെ മൊഡ്യൂൾ മൈക്രോ കൺട്രോളർ ആണ്. 7 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 68, 69, 96 to 100 ചോദിച്ചതാണ്. അപ്പൊ അവർ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് 8051 രജിസ്റ്റേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റാക്ക് പോയിന്ററിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, 16-bit ടൈമേഴ്സ്, SFRന്റെ സ്ട്രക്ചർ, ഗ്ലോബൽ ഇന്ററപ്റ്റ് എനേബിൾ, PC റീസെറ്റ് വെക്ടർ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഒക്കെ ചോദിച്ചിരുന്നു. ഇനി നമ്മൾ നിർബന്ധമായി നോക്കേണ്ട ഏരിയാസ് എക്സ്റ്റേണൽ റോമും റാമും മെമ്മറി ഇന്റർഫേസിംഗ് നോക്കുക, ടൈമർ മോഡ് 0 to mode 3 ആപ്ലിക്കേഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിനൊക്കെ പറ്റി നമ്മൾ നോക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എന്താ നമ്മളിപ്പോ ചെയ്തതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസും പല ക്വസ്റ്റ്യൻ പേപ്പർ സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ നിർബന്ധമായി നോക്കേണ്ട ഹൈ ഫോക്കസ് ഏരിയാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ എത്ര കൺസെപ്റ്റ് പഠിച്ചാലും എത്രമാത്രം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലെവൽ ഓഫ് നോളേജ് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതലും പ്രിപ്പറേഷൻ തുടങ്ങി നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിനോടൊപ്പം നിർബന്ധമായും സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി നോക്കും. വർക്ക്ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഒരു മോഡൽ എക്സാം ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ പരീക്ഷ നടന്നിട്ടുണ്ട്. അതിന്റെ സെയിം സിലബസ് അല്ല, കുറെ സിലബസ് ഓവർലാപ്പ് വരുന്നുണ്ട്. സെലക്ടഡ് ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻസ് അതും നമുക്ക് സോൾവ് ചെയ്യാം. ദെൻ പോളിടെക്നിക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ്, അതും ഈ സിലബസുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, RRB JEE ടയർ 2 ഇതിന്റെ ടെക്നിക്കൽ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ സെലക്ടഡ് ടോപ്പിക്സ്, കുറെ സിലബസ് ഓവർലാപ്പ് വരുന്നുണ്ടല്ലോ, അപ്പൊ കുറെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ സെലക്ടഡ് ടോപ്പിക് നോക്കാം. ISRO ടെക്നീഷ്യൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സിന്റെ സെലക്ടഡ് ടോപ്പിക്സ് റെഫർ ചെയ്യാം. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ബാർ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് ഇൻ PWD, ഇതിന്റെയും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ടഡ് ടോപ്പിക്സ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ KSEB സബ് എഞ്ചിനീയറിലും കുറച്ച് സിലബസ് ഓവർലാപ്പ്, പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സിന്റെ ഒക്കെ കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്.
വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡൻസും മെന്റൽ സപ്പോർട്ടോടുകൂടി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ടെക് പി എസ് സിയിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. ടെക് പി എസ് സിയുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് കിട്ടും. ടോപ്പിക് വൈസ് എക്സാമുകൾ, മോഡൽ എക്സാംസ്, ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട്സും അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ടെക് പി എസ് സിയുടെ ആപ്പ് ത്രൂ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടെക് പി എസ് സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം ഇതിന്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കാനും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഫ്രീ ക്ലാസ്സസിന്റെ നോട്ട്സ് ആക്സസ് ചെയ്യാനും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് യൂസ് ചെയ്ത് ആ ചാനലിൽ ലോഗിൻ ചെയ്യാം. അതിൽ നമ്മുടെ ലൈവിന്റെ ഡീറ്റെയിൽസ്, യൂട്യൂബ് ലൈവിന്റെ ഡീറ്റെയിൽസ്, അത് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്തതായിരിക്കും. അപ്പൊ ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരുന്നു.